മെറ്റലർജിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ സ്റ്റെപ്പുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ഓർ പറഞ്ഞ്, ഐസൊലേഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ പറഞ്ഞു. അങ്ങനെ ഓറിൻ്റെ അകത്തുനിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന റിഫൈനിങ് ടെക്നിക്കുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു പോയതാണ് കൺവേർഷൻ ഓഫ് ഓർ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻറ്റു മെറ്റൽ. അപ്പോൾ മെറ്റൽ ഓക്സൈഡുകളെ മെറ്റലായി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് ചില മെറ്റലുകൾ ലോ ടെമ്പറേച്ചറിൽ ഈസിയായി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില മെറ്റലുകൾ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം തെർമോഡൈനാമിക് കൺസിഡറേഷൻ അല്ലെങ്കിൽ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് പ്ലേ ഇമ്പോർട്ടൻ്റ് റോൾ ദ ചോയ്സ് ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് റിയാക്ഷൻ. ഒരു മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ഏത് റെഡ്യൂസിങ് ഏജൻറ്റ് വേണം, ഏത് ടെമ്പറേച്ചറിലാണ് ആ റിഡക്ഷൻ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ എന്തിനെ കൺസിഡർ ചെയ്യണം? നമ്മൾ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യണം. തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നതിനാണ് ഒരു റിഡക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് നമുക്ക് നോക്കണം. നമുക്കറിയാം, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി എന്താവണം? നെഗറ്റീവ് ആവണം. അപ്പം ഡെൽറ്റ ജി for a reaction at a specified temperature is calculated or described by Helmholtz equation. Delta G is equal to delta H minus T delta S. അപ്പോൾ നോക്കൂ, നമ്മൾ ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. ഡെൽറ്റ എസ് അറിയാലോ, എൻട്രോപ്പി ചേഞ്ച് ആയിരുന്നു. എന്തായിരുന്നു എൻട്രോപ്പി? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ് ഓഫ് എ സിസ്റ്റം ആണ്. അപ്പം ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഓൺ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ടി ഡെൽറ്റ എസ് എന്തായിരിക്കും? ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുകയാണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ടി ഡെൽറ്റ എസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടി ഡെൽറ്റ എസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടുക? നെഗറ്റീവ് ആണ്. അപ്പോൾ ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇനി ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ സമയത്ത് നേരെ തിരിച്ചും സംഭവിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് നോക്കേണ്ടത്, ഒരു മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നോക്കാം, MXOY ഇതൊരു മെറ്റൽ ഓക്സൈഡ് ആണ്. പ്ലസ് YC gives XM plus YCO. ഇതൊരു റിഡക്ഷൻ ആണ്. ഈ റിഡക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് ആണ്. പക്ഷെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് രണ്ട് റിയാക്ഷൻ ആണ്. എന്തൊക്കെയാണ് രണ്ട് റിയാക്ഷൻ? മെറ്റൽ ഓക്സൈഡ് MXOY gives XM plus YO. ഈ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി ഉണ്ട്, ഇതിനൊരു വാല്യൂ എക്സ് നമ്മൾ കൊടുക്കുന്നു. അടുത്തെന്താണ്? YC plus YO gives YCO. ഇതിൻ്റെ ഡെൽറ്റ ജി ഉണ്ട്, ഞാൻ Y എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? കപ്ലിംഗ് ഓഫ് റിയാക്ഷൻ. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ആര് ക്യാൻസലായിപ്പോയി? ഓക്സിജൻ ക്യാൻസലായിപ്പോയി. MXOY plus YC gives XM plus YCO. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഈ രണ്ട് ഡെൽറ്റ ജി വാല്യൂവും കൂട്ടുമ്പോൾ അതിൻ്റെ ടോട്ടൽ എന്താവണം? നെഗറ്റീവ് ആവണം. ഇതാണ് പ്രത്യേകത. ഇതിനാണ് കപ്ലിംഗ് ഓഫ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ സച്ച് കപ്ലിംഗ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ ഗിബ്സ് എനർജി വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട്. ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ ഡെൽറ്റ G0 formation versus
ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കപ്ലിംഗ് നമുക്ക് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എല്ലിംഗ്രാം ഡയഗ്രം. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് എല്ലിംഗ്രാം ഡയഗ്രം. എന്താണ് എല്ലിംഗ്രാം ഡയഗ്രം? വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. The graph plotted between delta G0 formation of oxide of element, ഏതോ ഒരു എലമെന്റിന്റെ ഡെൽറ്റ G0 ഫോർമേഷൻ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എല്ലിംഗ്രാം ഡയഗ്രം. ഈ എല്ലിംഗ്രാം ഡയഗ്രം കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്താ? The data obtained from Elingram diagram, the reducing agent can be selected for the reduction of a metal oxide into metal. എല്ലിംഗ്രാം ഡയഗ്രത്തിന്റെ അകത്തുനിന്ന് കിട്ടുന്ന ഡേറ്റാസ് ഉപയോഗിച്ച് നമുക്ക് ഒരു മെറ്റൽ ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ റിഡ്യൂസിങ് ഏജന്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് റിഡ്യൂസിങ് ഏജന്റിനെ സെലക്ട് ചെയ്യാൻ എല്ലിംഗ്രാം ഡയഗ്രം സഹായിക്കുക എന്നുള്ളതിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നു. A metal can reduce the oxide of other metal which lie above in the Elingram diagram. എല്ലിംഗ്രാം ഡയഗ്രത്തിൽ ഈ ഡയഗ്രത്തിന്റെ അകത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഡയഗ്രത്തിന്റെ അകത്ത് താഴെയുള്ള ഒരു മെറ്റല് അതിൻ്റെ തൊട്ടുമേലെയുള്ള ഗ്രാഫിക്കലി തൊട്ടുമേലെയുള്ള മെറ്റൽ ഓക്സൈഡിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ അലൂമിനിയം ഓക്സൈഡിനെ മെഗ്നീഷ്യം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ പോസിബിൾ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്ക് അലൂമിനിയം ഓക്സൈഡിനെ മെഗ്നീഷ്യം ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം. Al2O3 പ്ലസ് മെഗ്നീഷ്യം ഗീവ്സ് 2Al പ്ലസ് 3MgO. ഇവിടെ 3 മെഗ്നീഷ്യം. അപ്പം ബാലൻസ് ചെയ്തൊരു ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങനെയാണോ നടക്കുക? ഈ റിയാക്ഷൻ 2 സ്റ്റെപ്പുകളിലാണ് നടക്കുക. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. മെഗ്നീഷ്യം ഓക്സൈഡ് ആവുന്ന സമയത്തുള്ള ഡെൽറ്റ G0 ഫോർമേഷന്റെ വാല്യൂ എത്രയാണ്? -1100 ആണ്. അതിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് അലൂമിനിയം ഓക്സൈഡ് ആവുമ്പോൾ. നമുക്ക് 1050 എന്ന് തൽക്കാലത്തേക്ക് -1050 എന്ന് മനസ്സിലാക്കാം. ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അലൂമിനിയം ഓക്സൈഡ് Al2O3 plus 3Mg gives 2Al plus 3MgO. അപ്പോൾ ഇവിടെ അലൂമിനിയം ഓക്സൈഡ് അലൂമിനിയമായി മാറണം. അപ്പം നമ്മൾ തൊട്ട് മുന്നേയുള്ള ഡയഗ്രത്തിൽ നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് അലൂമിനിയം ഓക്സൈഡ് ആവുമ്പോഴുള്ള ഡെൽറ്റ G0 ഫോർമേഷൻ. അപ്പം നമ്മളത് നേരെ റിവേഴ്സ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ ജിയുടെ സൈനും വാല്യൂയുടെ സൈൻ എന്ത് ചെയ്യണം? മാറണം. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ നടക്കുന്നത്? Al2O3 gives 2Al plus 3/2O2. ഈ റിയാക്ഷൻ ഇവിടെ ഡെൽറ്റ ജിയുടെ വാല്യൂ -1050 നമ്മൾ എടുത്തതിന് പകരം എന്ത് ചെയ്യണം? +1050. മെഗ്നീഷ്യം 3Mg plus 3/2O2 gives 3MgO. ഇതിൻ്റെ ഡെൽറ്റ ജിയുടെ വാല്യൂ എത്രയാണ്? -1100. ഇത് രണ്ടും നമ്മൾ കൂട്ടുമ്പോൾ 3/2O2 ക്യാൻസൽ ആയിപ്പോയി. എന്താ കിട്ടുക? Al2O3 plus 3Mg gives 2Al plus 3MgO. ഡെൽറ്റ ജിയുടെ വാല്യൂ കൂട്ടിയാൽ എത്ര കിട്ടുക? -50 kJ/mol കിട്ടും. അപ്പോൾ ഈ റിഡക്ഷൻ എന്താണ്? പോസിബിൾ ആണ്. അപ്പം അലൂമിനിയം ഓക്സൈഡിനെ മെഗ്നീഷ്യം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ എന്താണ്? പോസിബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പം ചോദിക്കും, എല്ലാ സമയത്തും ഈ റിഡക്ഷൻ പോസിബിൾ ആണോ? അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ? ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 1600 കെൽവിനൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞാൽ ആരുടെ ഗ്രാഫാണ് മേലെ? മെഗ്നീഷ്യം ഓക്സൈഡ് ആവുന്ന ഗ്രാഫാണ് മേലെ. ആര് താഴെയാണ്?
അലൂമിനിയം ഓക്സൈഡ് ആവുന്ന ഗ്രാഫ് താഴെയാണ്. അപ്പം ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് മോർ നെഗറ്റീവ് ആരൊക്കെയാണ്? മെഗ്നീഷ്യത്തിനാണ്. അലൂമിനിയത്തിന് ലെസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ അലൂമിനിയം ഓക്സൈഡിനെ മെഗ്നീഷ്യം ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പകരം എന്താ പറ്റുക? മെഗ്നീഷ്യം ഓക്സൈഡിനെ അലൂമിനിയം ഉപയോഗിച്ച് റിഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സജസ്റ്റ് എ കണ്ടീഷൻ അണ്ടർ വിച്ച് അലൂമിനിയം കുഡ് റെഡ്യൂസസ് മെഗ്നീഷ്യം. അപ്പോൾ നമ്മൾ ഏകദേശം എടുത്തൊരു ടെമ്പറേച്ചർ ഉണ്ട്. എത്രയായിരുന്നു? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, എല്ലാ സമയത്തും അലൂമിനിയം ഓക്സൈഡുകളെ മെഗ്നീഷ്യം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ പോസിബിൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരും. നിങ്ങൾ നോക്കൂ, ഈ എ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉണ്ട്, നിങ്ങൾ ഏകദേശം ഒരു 1600 കെൽവിനാണ്. ഈ ടെമ്പറേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഗ്രാഫാണ് മേലെ? മെഗ്നീഷ്യം ഓക്സൈഡ് ആവുന്ന ഗ്രാഫാണ് മേലെ, അലൂമിനിയം ഓക്സൈഡ് ആവുന്ന ഗ്രാഫ് താഴെയായി. അപ്പോൾ ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് അലൂമിനിയം ഇൻറ്റു അലൂമിനിയം ഓക്സൈഡ് ഈസ് മോർ നെഗറ്റീവ്. എന്താണ്? മോർ നെഗറ്റീവ്. ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഇൻറ്റു മെഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ലെസ് നെഗറ്റീവുമായി. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് ഗ്രാഫ്, താഴെയുള്ള ഗ്രാഫിൽ വരുന്ന മെറ്റൽ ഉപയോഗിച്ച് മേലെയുള്ള ആളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് നോക്കി വെക്കാം. സജസ്റ്റ് എ കണ്ടീഷൻ അണ്ടർ വിച്ച് അലൂമിനിയം കുഡ് റെഡ്യൂസസ് മെഗ്നീഷ്യം. അലൂമിനിയം ഉപയോഗിച്ച് മെഗ്നീഷ്യം ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 1600 കെൽവിൻ എബോവ് ദാറ്റ് ടെമ്പറേച്ചർ, അതിനെക്കാട്ടും കൂടിയ ടെമ്പറേച്ചറിൽ ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് അലൂമിനിയം ഇൻറ്റു അലൂമിനിയം ഓക്സൈഡ് ഈസ് മോർ നെഗറ്റീവ് ദെൻ ആരെക്കാളും ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെഗ്നീഷ്യം ഇൻറ്റു മെഗ്നീഷ്യം ഓക്സൈഡ്. Therefore, അതുകൊണ്ട് എന്താ സംഭവിക്കുക? The reduction of magnesium oxide by using aluminum is possible. അപ്പം മെഗ്നീഷ്യം ഓക്സൈഡിനെ അലൂമിനിയം ഉപയോഗിച്ച് റിഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. ഏതാ ടെമ്പറേച്ചർ? എബോവ് 1600 കെൽവിൻ, 1600 കെൽവിനേക്കാട്ടും കൂടിയ ടെമ്പറേച്ചറിൽ ഈ റിഡക്ഷൻ പോസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Out of carbon and carbon monoxide, which is better reducing agent for zinc oxide? Zinc oxide നെ reduce ചെയ്യാൻ വേണ്ടി ആരാണ് നല്ല reducing agent? അപ്പോൾ നമുക്ക് നോക്കാം. സിങ്ക് ഓക്സൈഡ് ആവുമ്പോഴുള്ള ഡെൽറ്റ G0 ഫോർമേഷൻ മോർ നെഗറ്റീവ് ആണ്. ആരെക്കാട്ടും? കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോൾ. അപ്പം സിങ്ക് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് ലോ ടെമ്പറേച്ചറിൽ പറ്റില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, കാർബൺ മോണോക്സൈഡ് ആയി മാറുന്ന റിയാക്ഷന്റെ ഡെൽറ്റ G0 ഫോർമേഷൻ ഹയർ ടെമ്പറേച്ചറിൽ ആരെക്കാട്ടും കുറവാണ്? സിങ്കിനെക്കാട്ടും മോർ നെഗറ്റീവ് ആണ്. അപ്പം ആരാണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്? കാർബൺ ആണ്. ആരാണ്? കാർബൺ ആണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്. ആരേക്കാളോ? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമ്മൾ എന്താ ആൻസർ പറയാ? കാർബൺ ഈസ് ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ്. ബിക്കോസ് എന്താ കാരണം എന്ന് പറയേണ്ടത്? നമ്മൾ ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻറ്റു കാർബൺ ഓക്സൈഡ് ഈസ് ലെസ് നെഗറ്റീവ്, ബട്ട് delta G0 formation of carbon into carbon monoxide is more negative. Therefore, carbon is the better reducing agent for the reduction of zinc oxide. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, നമ്മൾ കാർബൺ ആണോ കാർബൺ മോണോക്സൈഡ് ആണോ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് അറ്റ് നമ്മൾ ഏകദേശം ഒരു 700 കെൽവിനൊക്കെ എടുക്കുക. സോറി,
ഒരു 700 കെൽവിൻ എടുക്കുക. അപ്പോൾ ആരാണ് ഈ ടെമ്പറേച്ചർ ഈ ഗ്രാഫോട് മുട്ടുമ്പോൾ ആരുടെ ഇത് കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്ന ഗ്രാഫ് ഇങ്ങനെ ഇത് എന്താണ് കാർബൺ മോണോക്സൈഡ് ആവുന്ന ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ഇവിടെ എത്തുമ്പോൾ ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് കാർബൺ ഇൻറ്റു കാർബൺ മോണോക്സൈഡ് ആണ് മോർ നെഗറ്റീവ്. ആരെക്കാട്ടും കാർബൺ മോണോക്സൈഡ് ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ആരാ നല്ല റെഡ്യൂസിങ് ഏജന്റ്? കാർബൺ ആണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്. ഈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ ആരാണ്? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വയ്ക്കണം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് അറിയേണ്ട എന്താണ്? ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് മോർ നെഗറ്റീവ് ആയ നോക്കൂ, ഇതാണ് മോർ നെഗറ്റീവ്. 1100 ഇങ്ങനെ വരുന്നില്ലേ, താഴോട്ട് 1100 ഇവ മോർ നെഗറ്റീവായ മെറ്റൽ ഉപയോഗിച്ച് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് മോർ നെഗറ്റീവായ മെറ്റൽ ഉപയോഗിച്ച് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് ലെസ് നെഗറ്റീവായ മെറ്റൽ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? എലിഗ്രാം ഡയഗ്രത്തിന്റെ അകത്തുള്ള എന്താ പ്രശ്നം? ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് മോർ നെഗറ്റീവായ മെറ്റൽ ഉപയോഗിച്ച് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് ലെസ് നെഗറ്റീവായ മെറ്റൽ ഓക്സൈഡുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കൂ, the reduction of metal oxide is easier if the metal found in the liquid state at the temperature. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് എന്ത് കൂടുതൽ ഉണ്ടാകുക? എൻട്രോപ്പി. ഇപ്പോൾ മെറ്റൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പം ഡെൽറ്റ എസിൻ്റെ വാല്യൂ എന്താണ്? ഫൈനൽ മൈനസിന് പോസിറ്റീവാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവായ ടി ഡെൽറ്റ എസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻ ലിഗ്രാം ഡയഗ്രത്തിന്റെ? The graph simply indicate whether the reaction is possible or not. Thermodynamics does not say about the kinetics of the reduction process. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്ത് പറയുന്നില്ല? ഇതിന്റെ കൈനറ്റിക്സിനെ പറ്റി പറയുന്നില്ല. പിന്നെന്താ? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രാഫ് ഡെൽറ്റ G0 ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണ്. കണ്ടില്ലേ? -RTLN/Kc. ഇപ്പോൾ റിയാക്ടൻറ്റും പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയത്തിലാവുന്ന സമയത്താണ് കെ എടുക്കുക. പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് മെറ്റൽസ് ഒക്കെ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ആ കെയുടെ വാല്യൂ ഏകദേശം എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. അപ്പം ലിഗ്രാം ഡയഗ്രാം ഇറ്റ് ഈസ് എ ഗ്രാഫ് പ്ലോട്ടഡ് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ അകത്തുള്ള ഡേറ്റാസ് ഉപയോഗിച്ച് ഒരു മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ലിഗ്രാം ഡയഗ്രത്തിൽ ഗ്രാഫിക്കലി താഴെയുള്ള മെറ്റൽ ഉപയോഗിച്ച് തൊട്ട് മുകളിലുള്ള മെറ്റൽ ഓക്സൈഡുകളെ റിഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ പറയുന്നത് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് ഈസ് മോർ നെഗറ്റീവായ മെറ്റൽ ഉപയോഗിച്ച് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ് മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് ലെസ് നെഗറ്റീവായ മെറ്റലുകളുടെ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ലിഗ്രാം ഡയഗ്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യനിലേക്കും കൂടെ പോയി നോക്കാം. അപ്പം 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർബണിൻ്റെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാർബൺ ആണോ കാർബൺ മോണോക്സൈഡ് ആണോ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് എന്നും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചറിൽ ആരുടെ ഡെൽറ്റ G0 ഫോർമേഷനോ ആണോ മെറ്റൽ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് മോർ നെഗറ്റീവ് ആവും നോക്കുക, അവരാണ് നല്ല റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ നോക്കൂ, ദ വാല്യൂ ഓഫ് ഡെൽറ്റ G0 ഫോർമേഷൻ ഓഫ്, ശ്രദ്ധിക്കുക, the value of delta G0 formation of Cr2O3 is minus 540 kilojoule per mole. Then that of aluminum oxide Al2O3 is minus 827 kilojoule per mole. Is the reduction of Cr2O3 is possible with aluminum? പറഞ്ഞിരിക്കുന്ന ഇവർ ചോദിച്ചിരിക്കുന്ന ഇത്രയാണ്. Cr2O3 plus 2Al gives 2Cr plus Al2O3. ഈ റിഡക്ഷൻ പോസിബിൾ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തന്ന ഡേറ്റാസ് ഇക്വേഷൻ ഫോമിൽ എഴുതുന്ന ഫോർമേഷൻ ആണല്ലോ, നമുക്കറിയാം ഫോർമേഷൻ എങ്ങനെയാണ്. 1 മോളാണ് ഉണ്ടാവേണ്ടത്. Cr2O3 1 മോളാണ്. 1 മോൾ Cr2O3 എങ്ങനെ ഉണ്ടാവുക? Cr plus
ഓക്സിജൻ. അപ്പോൾ എത്ര വേണം? 2Cr plus 3/2 O2 gives Cr2O3. ഇവരുടെ ഡെൽറ്റ G0 ഫോർമേഷൻ എത്രയാണ്? -540. ഇനി ഒന്ന് നമ്മൾ കൊടുക്കുക. രണ്ടാമത്തെ ആരാണ്? അലൂമിനിയം ഓക്സൈഡിന്റെ ആണ്. അതും ഇങ്ങനെ തന്നെയാണ് വരിക. എന്താണ്? 2Al plus 3/2 O2 gives Al2O3. ഇവരുടെ ഡെൽറ്റ G0 ഫോർമേഷൻ എത്രയാണ്? -827 കിലോ ജൂൾ പെർ മോൾ. അതിന് നമ്മൾ 2 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ Al2O3 റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താ Cr2 നേരെ തിരിച്ചാണല്ലോ റിയാക്ഷൻ നടക്കേണ്ടത്. അപ്പം തിരിച്ചുള്ള റിയാക്ഷൻ Cr2O3 gives 2Cr plus 3/2 OT. ഇതാണ് ഇവരുടെ റിഡക്ഷൻ. അപ്പം ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താവണം? +540 ആവണം. അടുത്ത റിയാക്ഷൻ, അടുത്ത അലൂമിനിയം ആണല്ലോ വേണ്ടത്. 2Al plus 3/2 O2 gives Al2O3. ഇവരുടെ ഡെൽറ്റ G0 എത്രയാണ്? -827 കിലോ ജൂൾ പെർ മോൾ. ഈ രണ്ട് റിയാക്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആര് കട്ടായി പോയി? ഓക്സിജൻ കട്ടായി പോയി. Cr2O3 plus 2Al gives 2Cr plus Al2O3. ഈ ഡെൽറ്റ ഈ വാല്യൂസ് നമ്മൾ കൂട്ടുക. ഏകദേശം എത്ര വരും? 540, 827 നമ്മൾ ഡിഫറൻസ് 827 നിന്ന് 540 നമ്മൾ മൈനസ് ചെയ്യണം. 7, 8 അപ്പം നമുക്ക് ആൻസർ കിട്ടുക -287 കിലോ ജൂൾ പെർ മോൾ ആണ് കിട്ടുക. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണല്ലേ. അപ്പോൾ എന്താണ്? ദ റിഡക്ഷൻ ഓഫ് Cr2O3 ബൈ യൂസിങ് അലൂമിനിയം ഈസ് എന്താണ്? പോസിബിൾ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞു? എല്ലിഗ്രാം ഡയഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.